ചില സ്ഥലത്തൊക്കെ വയലിനും പരിപാടിക്കൊക്കെ പോയാലേ മഹല്ല് കമ്മിറ്റിയിൽ പെട്ടതും അവിടുത്തെ നാട്ടുകാരുമായ കുറേ ആൾ ആ വീട്ടിലേക്ക് കയറി വരുന്നതാണ്. നിങ്ങളെല്ലാരും വിളിച്ചിനാ ഈടെ പിന്നെ വിളിക്കലൊന്നുമില്ല ഉസ്താദേന്ന്. അയ്യേ, അവർക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഈ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? അനുവദനീയമല്ലാത്ത ഒരു പിടി ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ കിട്ടൂല. ഉദാഹരണം, ഫുഡ് അടിച്ചിട്ട് സീനിയേഴ്സ് ജൂനിയേഴ്സിനോട് പറയാം ബെല്ലടച്ചോളണം. 30 കൊല്ലത്തേക്ക് നിസ്കാരത്തിന് ഖുശൂ ഉണ്ടാവില്ല. 30 കൊല്ലം. നാടകം കളിക്കാനുള്ളതല്ല മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. മുസ്ലിമിനൊരു കൾച്ചറുണ്ട്, അത് മദീന കൾച്ചറാണ്. കറക്റ്റ് പഠിക്കണം നമ്മൾ. ഇനി നമ്മൾ ഒരാളുടെ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെ മുട്ടേണ്ടത്? ഖാളിയാൽ തങ്ങളുടെ ഷിഫയിൽ പറഞ്ഞല്ലോ, സഹാബത്ത് എങ്ങനെ വാതിൽ മുട്ട. ഉസ്താദിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖം കൊണ്ട്, വിരൽ കൊണ്ട് മുട്ടൂല. വിരൽ കൊണ്ട് മുട്ടിയാൽ ശബ്ദം കൂടുതലായിരിക്കും ആപേക്ഷികമായിട്ട്. ഇതിപ്പം മൈക്കായത് കൊണ്ടാണ് ഓൾറെഡി ശബ്ദം ഉണ്ടാവുന്നത്. അല്ല, ഒരാളുടെ വാതിൽ മുട്ടിയാലുള്ള നിയമം എന്താ? 3 തൊട്ടേ വാതിൽ മുട്ടാൻ പറ്റൂ. ഇനി രണ്ടാമത് എപ്പോഴാണ് മുട്ടേണ്ടത്? നമുക്ക് തോന്നുമ്പോഴാണോ? അല്ല, 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ ഗ്യാപ്പ് ഇടണം. കാരണം ഒന്നാമത് മുട്ടുമ്പോൾ ഒരു പക്ഷേ അസറിൻ്റെ നിസ്കാരത്തിന് കൈ കെട്ടിയതാവാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം. പിറ്റേന്ന് തന്നെ ക്ലിപ്പ് പ്രഭാഷണം വെക്കണ്ടെന്നർത്ഥം. കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം. 110കളാണ് നമ്മളെ തകർത്ത് തരിപ്പടാക്കണം. വെയിറ്റ് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞു ഇല്ലേ, തിരിച്ചു പോവാം. ഒരാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പ് മിസ് കോൾ അടിച്ചോണ്ടിരിക്കരുത് എന്നതിൻ്റെ അർത്ഥം കേട്ടാ. മനുഷ്യന്മാരെ അവരവരെ വഴിയിൽ വിടണം. അപ്പോൾ വേറൊരാളെ ചെരുപ്പ് ഒളിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? പാടില്ല. ബലൂൺ എറിയാൻ പറ്റുമോ ഇസ്ലാമിൽ? പറ്റൂല. ആദ്യ രാത്രി ചെക്കനെ വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പെണ്ണിനെ ഇവിടെ നിന്ന് കണ്ണീര് കുടിപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ? പച്ച ഹറാം. നിന്റെ മൂക്കൊണ്ട് വരപ്പിച്ചിട്ടല്ലാണ്ട് നീ ദുനിയാവൊന്നും പോവില്ല. ഒരു മുസ്ലിമിനെ വേദനിപ്പിച്ചാൽ, ഒരു മനുഷ്യനെ വേദനിപ്പിച്ചാൽ ഈമാനില്ലാത്ത മരണമായിരിക്കുമെന്ന് ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് എഴുതി വെക്കണ്ടു. നാടകം കളിക്കാമെന്ന് പറ്റൂല നമുക്ക്. ഓൻ്റെ നമ്മളെ കല്യാണത്തിന് അങ്ങനെ ആക്കീന്. അങ്ങനെ മടക്കം മാച്ച് അടിക്കേണ്ട പരിപാടിയൊന്നുമല്ല ഇത്. നമുക്ക് നല്ല വൃത്തിയുള്ള ലൈഫുണ്ടാകും, സോഫ്റ്റ്നെസ്. ഒരു സ്വഹാബി വേറൊരു സ്വഹാബിയുടെ ചെരുപ്പൊളിപ്പിച്ചു. ആ ചെരുപ്പിൻ്റെ ഉടമസ്ഥനായ സ്വഹാബിക്ക് വിഷമായി എന്ന് കണ്ടു. തങ്ങൾ പറഞ്ഞല്ലോ അത് പറ്റൂല, മോമിനെ വേദനിപ്പിക്കൽ ഹറാമാണ്, പറ്റൂല. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ.